നമസ്കാരം. വേണു പരമേശ്വറാണ്. സാധാരണ കൂലി തൊഴിലാളികളായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൾ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം തികഞ്ഞ ഗ്രാമീണമായ മേഖലയിൽ നിന്ന് പട്ടാളത്തിൻ്റെ CRPFൻ്റെ നെറുകയിലേക്ക് രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ കർത്തവ്യ പഥിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പ്രഥമ വനിത ദ്രൗപദി മുർമുവിൻ്റെ സാന്നിധ്യത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസൻസിൽ രാജ്യം ക്ഷണിച്ച ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിൻ്റെ സാന്നിധ്യത്തിൽ 13,000-ലധികം കാണികൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന, കോടിക്കണക്കിന് ആളുകൾ TV-യിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ 75ാമത് രാഷ്ട്രത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നു. ബൈക്ക് ഡെമോ എന്ന അത്യപൂർവ ഈവൻറ്റിലൂടെ രാജ്യത്തിൻ്റെ നെറുകയിലെ പരമോന്നതമായ പ്രകടനത്തിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ച ആര്യ എന്ന് പറയുന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയെക്കുറിച്ചാണ് VP ടാക്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആര്യ TS. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ മഹാദേവ് വെച്ചാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം 26 ജനുവരിക്ക് ഡൽഹി കർത്തവ്യപഥയിൽ നടന്ന പ്രോഗ്രാമിൽ CRPFൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ബൈക്ക് ഡെമോയിൽ പങ്കെടുക്കാൻ എനിക്കൊരു സുവർണ അവസരം ലഭിച്ചു. അതിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ, അതും 75ാം റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമിൽ ഇങ്ങനൊരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു അവസരം. ഒരു മഹിള എന്നുള്ള രീതിയിലും ഒരു മലയാളി എന്നുള്ള രീതിയിലും ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുള്ള നിമിഷമായിരുന്നു അത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരുടെയൊക്കെ മുന്നിൽ ഒരിക്കലും ഇങ്ങനെ പോയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇവരെയൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ച കാര്യമല്ല. അതിലുപരി 13,000 പേരോളം അടങ്ങിയ ഒരു വേദി CRPFനെ പ്രതിനിധീകരിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു അവസരം നൽകിയതിന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ദൈവത്തിനോടും ഞങ്ങൾക്ക് അത്രയും പ്രാക്ടീസ് നൽകി ഞങ്ങളെ കൊണ്ടുപോയ ഓരോരുത്തരോടും ഈ നിമിഷത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി, ഹസ്ബൻഡായാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അച്ഛനമ്മ. അമ്മയ്ക്ക് ഒരുപാട് പേടിയുള്ള ഒരു കാര്യമാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എന്നിട്ടും അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പോലും അവരിവിടെ TV-യിൽ കണ്ട് നെഞ്ചെടുപ്പോടെ കൂടിയാണ് ഇരുന്നതെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ആ സമയത്ത് എന്നോട്. ഞാൻ 1 മുതൽ 4 വരെ LMLPS അരുവായിരിക്കും സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഗവൺമെൻറ് VHSS കല്ലറയിലും, +1 +2 കൊമേഴ്സ് ബാച്ച് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മിതമലയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ട് കല്ലറയിൽ തന്നെ കോൺട്രാക്ട് ബേസിൽ അവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 1 വർഷം. അതിനിടയിലാണ് ഞാൻ ടെസ്റ്റ് എഴുതിയതും എനിക്ക് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ വരുന്നത്. അപ്പം എൻ്റെ ടെസ്റ്റിന് വേണ്ടി ഒരുപാട് എൻ്റെ ഫാമിലി, എൻ്റെ ചേട്ടൻ ചേച്ചിമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനും. കാരണം ടെസ്റ്റിനും കാര്യങ്ങൾക്കും രാവിലെ 4 മണി 3 മണിക്കൊക്കെ അവിടെ എത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പോകാനും വരാനും ഒക്കെ ആ ഒരു സമയത്ത്, അതായത് 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് പോകാനും വരാനും ഇപ്പോഴത്തെ പോലെ അത്രയ്ക്ക് വണ്ടികളും അങ്ങനെയൊന്നുള്ളതല്ല. അപ്പോൾ പോകാനും വരാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി എനിക്കൊരു സർക്കാർ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ഒരുപാട് സപ്പോർട്ടിങ്ങുമായിരുന്നു അവർ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം 240 ബറ്റാലിയനിൽ 2017 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബാംഗ്ലൂർ 240 എന്ന് പറയുന്ന മഹിളാ ബറ്റാലിയനിൽ. ഇപ്പോൾ ട്രെയിനിങ് 1 വർഷം നല്ല കഷ്ടപ്പാടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം 2019 ഡെയർ ഡബിൾ ബൈക്ക് ടീമിൽ ജോയിൻ ചെയ്യാൻ അവസരം കിട്ടിയാണ്. അതും എൻ്റെ ഒരു സുഹൃത്ത് വഴി കിട്ടിയതാണ്. പുള്ളിക്കാരി പേര് കൊടുത്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. എനിക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു, യൂണിഫോം ഫോഴ്സിൽ കയറുക എന്നുള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ചെറിയ തരത്തിൽ സ്പോർട്സിൽ അത്ലറ്റിക്കും ഹോക്കിയൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ നാട്ടും പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ജോലി, ആദ്യം അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയ സമയത്ത്. പിന്നെ വണ്ടി ഓടിക്കാൻ അറിയായിരുന്നു, ബൈക്ക് ചേട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിൽ വന്ന് 2019 ബൈക്കിൻ്റെ ഇതിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ നല്ല പേടിയായിരുന്നു. കാരണം
വണ്ടിയിൽ നിന്നും കിടന്നൊക്കെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ പേടിയായിരുന്നു. ഇപ്പോഴും പേടിയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പിന്നെ അത് പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം മാറി തുടങ്ങി. പിന്നെ ഒരുപാട് ആദ്യമായിട്ടാണ് അങ്ങനെ ലേഡീസ് ഇത്രയും ഇതിൽ വണ്ടി ഓടിക്കുന്നതൊക്കെ കണ്ട് അതൊന്ന് ശീലമായപ്പോൾ പിന്നെ ഒരു വിധം പേടിയൊക്കെ മാറി തുടങ്ങി. ആദ്യ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് 9 ബൈക്ക് പിരമിഡ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് അവതരിപ്പിച്ചത് 5 ബൈക്കായിരുന്നു. പക്ഷേ 9 ബൈക്ക് ഒരുമിച്ച് 49 പേര്, അത് ഫസ്റ്റ് ടൈമാണ് അവതരിപ്പിച്ചത്. with 2 others, Constable Poonam with 5 others doing the Chandrayaan. അത് അവതരിപ്പിച്ച അതേ സമയം 75ാമത്തെ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം, ഇതിലെല്ലാത്തിൻ്റെയും ഉപരി ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം വരെയും അതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. തലേ ദിവസം വരെ പോലും സീനിയർ ആണ് എന്ന് പോലും നോക്കാണ്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും, പക്ഷേ പ്രോഗ്രാമിൻ്റെ അന്ന് അതൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒറ്റ മനസ്സായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ അത്രയും ഇതിൽ ചെയ്യാൻ സാധിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ബൈക്കാണ്, അവിടെ ഒന്ന് ക്ലൈമറ്റ് തണുപ്പും കൂടെയാണ്. അപ്പോൾ വണ്ടി ഒരെണ്ണം ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം മൊത്തം കുളമാവും. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ ഭഗവാന്റെ അനുഗ്രഹം, ഞങ്ങൾക്ക് വേണ്ടി ഓരോ വീട്ടിലും ഇരുന്ന് പ്രാർത്ഥിച്ചവരുടെ അനുഗ്രഹം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിന് അത്രയും നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും. ആ പ്രോഗ്രാമിൽ എൻ്റെ ഈവൻ്റ് എന്ന് പറയുന്നത് നാരീശക്തി എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഞങ്ങളുടെ ഈവൻറ്റിൽ ടോട്ടലി ഡ്രൈവർ ഉൾപ്പെടെ, അതായത് റൈഡർ ഉൾപ്പെടെ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 6 പേരിൽ 6ാമത്തെ ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ. വെയിറ്റ് കുറവായത് കൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ എനിക്ക് അവസരം ലഭിച്ചത്. ഇങ്ങനെ കൈ വിട്ടിട്ട് കിടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈവൻറ്റ്. അപ്പോൾ ആ ഒരു ഈവൻറ്റ് ചെയ്യുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം വണ്ടിയുടെ ബാലൻസിങ് എപ്പോഴാണ് മുന്നോട്ടും പുറകോട്ടും പോകുന്നതെന്ന് അറിയില്ല. സേഫ്റ്റി എന്ന് പറയാൻ ഹെൽമറ്റും ഗാർഡും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലൊക്കെ ഓടിയും. പക്ഷെ അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും നന്നായിട്ട് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് മെയിനായിട്ട് അതിൽ ഞങ്ങളെ സഹായിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഡൽഹിയിൽ നിന്നും ഛത്തീസ്ഗഡ് വരെ ബൈക്ക് റാലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡെയർഡെവിൾ ടീമിൻ്റെ. അതിൽ 1900 സംതിങ് അതിലെനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ളൊരിതാണ്. കാരണം ആദ്യമായിട്ടാണ് അത്രയും ദൂരെ ഇങ്ങനൊരു യാത്രയ്ക്ക് സാധിച്ചത്. ട്രിപ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇത്രയും ലോങ് പോകുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. 2022 ജമ്മുവിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ ബൈക്ക് തന്നെയാണോ അതോ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്. സാധാരണ ബൈക്ക് റോയൽ എൻഫീൽഡ് ബൈക്ക് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിരന്തരമുള്ള പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഓരോ ഈവൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇതൊന്നും കണ്ട് ആരും അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഇതൊക്കെ ഒരു ബാലൻസിങ് ആണ്. പിന്നെ അത്രയും നാളത്തെ പ്രാക്ടീസും ഒക്കെ കൊണ്ടാണ്. ഈ ഓടിക്കുന്ന റൈഡർക്ക് പോലും ചിലപ്പോൾ മുമ്പിൽ റോഡ് കാണാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ചെയ്ത ഈവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈഡറിൻ്റെ ഫ്രണ്ടിൽ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലൊരു ഇത് വെച്ചിട്ടുണ്ട്, പോള് പോലെ. അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്ക് റോഡ് കാണാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. കാരണം അത്രയും പേരെ ബാലൻസ് ചെയ്യണം, അത്രയും വെയിറ്റ്, റോഡ് നോക്കണം, അങ്ങനെ എല്ലാം നോക്കിയിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ. അപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കും സാധാരണ ഒരാൾക്ക് ഓടിക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് അനുകരിച്ച് നോക്കാം. ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം അത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാക്ടീസാണിത്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകളാണ്. അപ്പോൾ അത്രയും ടെൻഷനും അവർക്കുണ്ട്. കാരണം ഒറ്റ മകൾ ആദ്യമായിട്ട് ദൂരെ പോകുന്നത്. കാരണം ഞാൻ പഠിച്ചതും ഒക്കെ ഏറ്റവും വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിലാണ്. കാരണം ദൂരെ വിടാനുള്ള അമ്മയുടെ അച്ഛൻ്റെയും പേടി കൊണ്ട് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് CRPF കിട്ടി പോകുമ്പോൾ അവരൊരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്രയും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഫോഴ്സിൽ ചേരാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ നെറുകയിൽ ഇത്രയും കർത്തവ്യപത്തിൽ ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ
ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം. അപ്പം അത്രയും എൻ്റെ ഡിറ്റർമിനേഷനും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളോട് ആണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. കാരണം നമ്മൾ എന്താഗ്രഹിക്കുന്നു അതായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുക. അപ്പം നമ്മൾ അത്രയ്ക്കും ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു കുന്നിക്കുരുവോളം നടക്കൂ എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്പോർട്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഒരിക്കലും മടിച്ചിരിക്കരുത്. എന്നെപ്പോലെ സാഹസിക ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് സ്വന്തം നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മടിച്ച് നിൽക്കരുത്. മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. ഒരുപാട് പേരുണ്ടാവും പിന്തിരിപ്പിക്കാൻ. പക്ഷേ നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. ഇനി മറ്റൊരു അവസരം ഇതുപോലെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ ഈ പ്രോഗ്രാമിന് ശേഷമുള്ള സ്പെഷ്യൽ ലീവിലാണ് ഞാനിപ്പോൾ നാട്ടിൽ വന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നാട്ടിൽ ഇത്രയും നല്ലൊരു സ്വീകരണമൊക്കെ. അപ്പം എൻ്റെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് എന്നെ വരവേറ്റത്. പല സ്ഥലങ്ങളിൽ നിന്നും ആദരവും ഒക്കെ ഏറ്റുവാങ്ങി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ എനിക്കിവിടെ നാട്ടിലുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യും. ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടിയുമായിട്ടുള്ള തിരക്കുകളിൽ ഞാനങ്ങ് പൊരുത്തപ്പെടും. പക്ഷേ ഈ ഒരു അനുഭവം എന്നും ഓർക്കാൻ സന്തോഷമുള്ളൊരു അനുഭവം തന്നെയാണിത്. രാജ്യസേവനത്തിന് ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ ഞാൻ എല്ലാവരോടും ഈ ഒരു നിമിഷത്തിൽ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദുർബലമായ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ച് തികഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും പഠിച്ചു വളർന്നു വന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ആര്യ നമ്മളോട് പറയുന്ന വാക്കുകൾ ഇനി വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ സമൂഹത്തിലെ മറ്റ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് മാർഗദർശനമാകുമെന്ന പ്രതീക്ഷയോടെ VP ടാക്സ് നന്ദിയോടെ.